രേണുസുധിയുടെ അവസ്ഥ വല്ലാത്ത ഒരവസ്ഥയാണ്. ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്നാണ് പലരും പറയുന്നത്. കാരണം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവരുടെ ജീവിതം വല്ലാത്തൊരു ഓട്ടത്തിലാണ്. പണമുണ്ടാക്കാൻ എന്തും ചെയ്യാം എന്നുള്ള ഒരു തരത്തിലേക്ക് ആളുകൾ പോകുന്ന ഒരു അവസ്ഥയിൽ അധ്വാനിച്ച് ജീവിക്കുന്ന രേണുസുധി സത്യത്തിൽ രേണുസുധിയുടെ കഴിഞ്ഞ ദിവസം ദുബായിലൊക്കെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആദ്യ ഇനാഗുറേഷൻ ദുബായിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ദുബായിലൊക്കെ പോകുന്ന വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ദുബായിലെത്തിയതിന് ശേഷം രേണുസുധി ഒരു ഡാൻസ് ഒക്കെ കളിച്ചു. ഒരു ബാർ ഡാൻസറായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചില വാർത്തകൾ വരുന്നത്. ഒന്ന് കണ്ടു നോക്കാം രേണുസുധിയുടെ ഡാൻസ്. അപ്പോൾ രേണുസുധിയുടെ ഡാൻസ് കണ്ടല്ലോ. അവരുടേതായ രീതിയിൽ അവർ നന്നായിട്ട്, കാരണം അവർക്ക് ജീവിക്കണം. ഇപ്പം ജീവിക്കാൻ വേറെ മറ്റു മാർഗങ്ങളില്ലേ എന്ന് ചോദിക്കുക, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജീവിക്കാനാണെങ്കിൽ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാർ ജോലിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പിൽ ജോലിയോ അങ്ങനെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി നോക്കാം. പക്ഷേ എനിക്കിഷ്ടം മാധ്യമ പ്രവർത്തനമാണ്. അതിന് ആര് തള്ളക്കി വിളിക്കാൻ വന്നാലും ആര് തെറി വിളിച്ചാലും ആര് പഞ്ഞിക്കിട്ടാലും ഞാൻ ഈ ജോലിയെ ചെയ്യൂ. എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി ഇതാണ്, അതുകൊണ്ട് ഞാൻ ഈ ജോലിയിൽ തന്നെ തുടരുന്നു. അതുപോലെയാണ് രേണുസുധി. സുധി ഉള്ള സമയത്തെ അവർക്ക് ഇഷ്ടം അഭിനയമാണ്. ആ അഭിനയം അവർക്ക് ജീവിക്കണം, അവർക്ക് കുഞ്ഞിനെ വളർത്തണം. ഇപ്പോൾ അവരെ മക്കളുടെ പേരിലാണ് വീടുള്ളത്. അവർക്ക് സ്വന്തമായിട്ടൊരു വീടോ ഒന്നുമില്ല. അവർ അച്ഛനും അമ്മയും ഇപ്പോഴും മക്കൾക്ക് വേണ്ടി ഒരു സംഘടന വെച്ചു കൊടുത്ത വീട്ടിലാണ് കഴിയുന്നത്. സ്വാഭാവികമായിട്ട് അവർക്ക് ആഗ്രഹമുണ്ടാകും സ്വന്തമായ ഒരു വീട് വേണം. പിന്നെ എന്താ പറയുക, അങ്ങനെ പല കാര്യങ്ങളും അവർക്കുണ്ടാകും. ഈ രേണുസുധി ചെയ്യുന്നത് മാത്രം ഇങ്ങനെ തെറ്റാണ് എന്ന് പറഞ്ഞ് പുറകെ നടന്ന് അവരെ വലിച്ചു കീറി പിച്ച് ചീന്തുന്ന കുറേ ആളുകളുണ്ട്. അതായത് പണം ഉണ്ടാക്കാനായി ഏത് അറ്റം വരെയും തരം താഴാൻ അവർക്ക് കുഴപ്പമില്ല. ഏതറ്റം വരെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന തമിഴിലെ നയൻതാര ഇത്തരത്തിൽ വസ്ത്രത്തിൻ്റെ നീളം കുറഞ്ഞും ശരീരഭാഗങ്ങൾ കാണിച്ചും നൃത്തം ചെയ്തിട്ടില്ലേ, അഭിനയിച്ചിട്ടില്ലേ? നമ്മളാരും ആ സിനിമകൾ ഇപ്പോൾ രേണുസുധിയും നയൻതാരയും ഒരേ തട്ടകത്തിലാണെന്ന് ചോദിക്കുക. അല്ല, നമ്മൾ എത്ര നയൻതാരയെ വിമർശിച്ചിട്ടുണ്ട്. ഇവിടെ എങ്ങനെ അഭിനയിക്കാൻ അറിയാത്ത എത്ര ആളുകളുണ്ട്. അവരെയൊക്കെ നമ്മൾ എത്ര അപമാനിച്ചിട്ടുണ്ട്. അവരെക്കുറിച്ചൊക്കെ എത്ര മോശപരമായി നമ്മൾ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഇല്ല. അപ്പോൾ ഒരാളെ നെഗറ്റീവ് പറയുമ്പോൾ കുറേ ആളുകൾ, അവർക്ക് നെഗറ്റീവായി നിൽക്കുന്ന കുറേ ആളുകൾ ആ വാർത്ത കാണും, അത് റീച്ചാകും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് പലരും രേണുസുധിക്കെതിരെ കടന്നാക്രമണങ്ങളൊക്കെ നടത്തുന്നത്. കാരണം രേണുസുധിക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ കുറേ എതിർപ്പുണ്ട്. അവർ ബിഗ് ബോസിൽ ചെന്ന് പേന എടുക്കുന്നു, അല്ലെങ്കിൽ മുടിയെക്കുറിച്ച് പറയുന്നു എന്നൊക്കെ പറയും. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ താൻ എങ്ങനെയാണ് എന്ന രീതി, ഏറ്റവും കൂടുതൽ തൻ്റെ വ്യക്തിത്വം ഇതാണ്, താൻ ഇങ്ങനെയാണ് എന്ന് കാണിച്ച ഒരു കണ്ടസ്റ്റൻ്റ് ഒരു പക്ഷേ രേണുസുധി മാത്രമായിരിക്കും. അവർക്ക് പറ്റാത്ത സമയത്ത് പണത്തിന് വേണ്ടി അവിടെ കടിച്ചു തൂങ്ങിയെന്ന് അവർ നിന്നില്ല. മെൻ്റലി അവർ സ്ട്രെസ്സാണെന്ന് പറഞ്ഞു അവരതിൻ്റെ അകത്ത് നിറങ്ങി. അവരെ നിരന്തരം പിന്തുടർന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തി. ഒരു സ്ത്രീ അവരെങ്ങനെയോ ജീവിച്ചു പൊക്കോട്ടെ, അവരേത് തരത്തിലോ ജീവിച്ചു പൊക്കോട്ടെ, അവർക്ക് ഇഷ്ടമുള്ള തരത്തിൽ അവർ ജീവിക്കട്ടെ. അതിന് അവരെ പുറകെ നടന്ന് അവർ ബാറിൽ ഡാൻസ് കളിച്ചു. അവർ ബാറിൽ ഡാൻസ് കളിച്ചാൽ നമുക്കത്, അവർ ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പണം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർ ഡാൻസ് കളിക്കുന്നു. അവർ ദുബായിൽ ഉദ്ഘാടനത്തിന് ഇപ്പോൾ ദുബായി പോലൊരു സ്ഥലത്ത് അവരെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അവർക്ക് അത്ര റീച്ചുണ്ട്. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അവർക്ക് റീച്ചുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടല്ലേ അവർ വിളിക്കുന്നത്. സുധി മരിച്ചതിന് ശേഷം അവരെന്താ വീട്ടിൽ കരഞ്ഞ് കൂടി, അവർ ആരോടും ഒന്നും മിണ്ടാതെ അവർ എന്താ പറയുക, വളരെ കഷ്ടപ്പെട്ട ഒരു 10,000-15,000 രൂപ ശമ്പളം കിട്ടുന്നത് വീട്ടുവാടകയും കൊടുത്ത് കൊച്ചിനെയും നോക്കി അച്ഛനമ്മമാരെയും നോക്കി അവർ അത്രയും ബുദ്ധിമുട്ടി സുധിയുടെ വിധവ എന്നും പറഞ്ഞ് അവർ ജീവിക്കണം. അല്ല, ഈ തലമുറയിലെ പെൺകുട്ടികളൊക്കെ ഒരുപാട് മാറി. അവരെ ഇഷ്ടത്തിന് ജീവിക്കാം എന്നുള്ളതാണ്. രേണുസുധി ഫോട്ടോഷൂട്ടുകൾ ചെയ്യുന്നു, നിരന്തരം അവരെ കടന്നാക്രമിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. നിങ്ങൾ കടന്നാക്രമിച്ചെന്ന് പറഞ്ഞാൽ അവർ ഫോട്ടോഷൂട്ട് നിർത്തിയോ? അവരത് അഭിനയിക്കാതിരിക്കുന്നുണ്ടോ? അവരുടെ ആൽബങ്ങൾ ഇറങ്ങാതിരിക്കുന്നുണ്ടോ? അവർ പൊതു ഇടങ്ങളിൽ വരാതിരിക്കുന്നുണ്ടോ? അവർ ഡാൻസ് കളിക്കാതിരിക്കുന്നുണ്ടോ? അവർ പാട്ട് പാടാതിരിക്കുന്നുണ്ടോ?
അവരെല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം അവരെ നെഗറ്റീവ് പറയും അത്രത്തോളം മൈലേജ് ആണ് അവർക്ക് ഉണ്ടാകുന്നത്. ആ മൈലേജ് അവർ കൃത്യമായി വിനിയോഗിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമതിയായ ഒരു സ്ത്രീയാണ് രേണുസുതി. കാരണം എങ്ങനെ ജീവിക്കണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവര് എന്താ പറയുക, അവര് ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് അവരുടെ ജീവിതം അവർ മുന്നോട്ട് പോകും. ഈ പറയുന്നവർ, ഈ വിമർശിക്കുന്നവരോ ഈ റിയാക്ഷൻ നടത്തുന്നവരോ ഈ പിന്നെ പണം ഉണ്ടാക്കാനായി എന്തും ചെയ്യുമെന്ന് പറയുന്നവരോ ആരും ഇവരുടെ വീട്ടിൽ നിന്ന് പണം എടുത്തുകൊണ്ട് പോയി രേണുസുതിക്ക് കൊടുക്കില്ല. എന്നാ നിന്റെ കൊച്ചിന് ഒരു ദിവസത്തെ ആഹാരത്തിന് ഇതാ ഇത് വെച്ചോ, നിന്റെ കൊച്ചു വയ്യാതെ ആശുപത്രി കിടക്കല്ലേ, ഇതാ ഇത് കൊച്ചിന്റെ ആശുപത്രി ചെലവിനായി വെച്ചോ, കൊച്ചിനെടുത്ത് തുണി വാങ്ങിച്ചുകൊട്, ഇതൊന്നും പറഞ്ഞ് ആരും പോയില്ല. ഈ രേണുസുതിയെ വെച്ച് റീച്ച് ഉണ്ടാക്കി അതിൽ നിന്ന് പണം കിട്ടുന്നവർ അവരുടെ വീട്ടിൽ അരി വാങ്ങിച്ചാണ് അവർ കഴിക്കുന്നത്. ഈ പണം ഉണ്ടാക്കി അവരുടെ രേണുസുതിയെ വച്ച് വാർത്ത ചെയ്തോ റിയാക്ഷൻ ചെയ്തോ റീല് ചെയ്തോ പണം ഉണ്ടാക്കുന്നവർ ആ പണം വെച്ച് അവരുടെ വീട്ടിലെ ഭർത്താവിനും മക്കൾക്കും ഒക്കെ ആഹാരമാണ് വെച്ച് കൊടുക്കുന്നത് ആ പണത്തിൽ നിന്ന് എടുത്ത്. അപ്പൊ രേണുസുതിയെ വെച്ച് ജീവിക്കുന്നത് ആരാ? രേണുസുതിയെ വെച്ച് പണം ഉണ്ടാക്കുന്നത് ആരാ? ഇവരാണ്. എന്നിട്ട് നാണവും മാനവും കേട്ട് പറയും രേണുസുതി അങ്ങനെ പോകുന്നു, രേണുസുതി ഇങ്ങനെ പോകുന്നു. ദാസേട്ടനുമായിട്ട് രേണുസുതി ഇഴുകി അഭിനയിച്ചു. പിന്നെ ഏതൊക്കെ സിനിമയിൽ ഈ ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള സദാനന്ദന്റെ സമയം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അതിൽ കാവ്യയും ദിലീപും തമ്മിൽ ഇഴുകി അഭിനയിച്ചത് നമ്മളൊക്കെ കണ്ടിട്ട് കാവ്യമാധവനെ പിറ്റേന്ന് രാവിലെ ഇരുത്തിട്ട് കാവ്യമാധവന്റെ പോക്ക് ശരിയല്ല, കാവ്യമാധവൻ പണം ഉണ്ടാക്കാനായി എന്തും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാവ്യമാധവനെതിരെ റിയാക്ഷൻ വീഡിയോയും കാവ്യമാധവനെതിരെ വാർത്തയൊക്കെ ചെയ്തോ? ഇല്ല. സഹോദരിയാണ് കാവ്യമാധവൻ എന്ന് നിരന്തരം ആവർത്തിച്ച് പറഞ്ഞിട്ട് ദിലീപ് 4-ന്റെ അന്ന് പോയി കാവ്യമാധവനെ വിവാഹം ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരായി. കുറെ മാധ്യമങ്ങൾ അത് ആഘോഷിച്ചു, കുറെ മാധ്യമങ്ങൾ അത് ട്രോളി. എന്നിട്ട് കാവ്യമാധവനെ ദിലീപിന്റെ ബാക്കിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അല്ല, രേണുസുതി എന്തായാലും പിന്നെ പിന്നാമ്പുറവും ഉമ്മറവും ഒന്നും പ്രൊജക്ട് ചെയ്ത് കാണിച്ചിട്ടല്ലല്ലോ ജീവിക്കുന്നത്. അവരുടെ ശരീരം കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ ഞാൻ ഇങ്ങനെയാണ് എന്ന് കാണിച്ചിട്ടാണല്ലോ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ല, ആർക്കാണ് ഇത്ര സൂക്കേട്? എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ. ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യണ്ട. രേണുസുതി ബാറിൽ പോയോ, രേണുസുതി കൊടൈക്കനാലിൽ പോയോ, രേണുസുതി ഊട്ടിയിൽ പോയോ, രേണുസുതി അവിടെ പോയോ, ഇവിടെ ഇനിയിപ്പോൾ ആര് രേണുസുതി, ഈ പറയുന്ന ഞാൻ വരെ ഇരുന്ന് രേണുസുതിയെ കുറിച്ച് ഒരു വാർത്ത ചെയ്താൽ രേണുസുതിയെ സംബന്ധിച്ചിടത്തോളം അത് രേണുസുതിക്ക് ഒരു മൈലേജാണ്. രേണുസുതി ഇത് കയ്യോ കേട്ടോണ്ട് കരഞ്ഞോ, എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ, കരഞ്ഞോ, ഈ പറഞ്ഞ് അവസാനം എന്ത് പറഞ്ഞാലും നമുക്കത് എന്താ പറയുക, നമ്മളെ സ്പർശിക്കുന്ന തരത്തിലേക്ക് അത് മാറില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ കാര്യം അപ്പൊ പറയുന്നവരുടെ കാര്യം നോക്കും, നമ്മളെ ആഗ്രഹം. അപ്പൊ ഷക്കീലയൊക്കെ ഒരു സമയത്ത് എന്തുമാത്രം പിന്നെ എന്താ പറയുക, അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ നാട്ടിൽ, അവരുടെ വീട്ടിൽ, അവരുടെ സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ ഒക്കെ അവരെ തള്ളിപ്പറഞ്ഞ ഒരു സമയമുണ്ടായിരുന്നു. അവർ അധ്വാനിച്ചതും അവരിങ്ങനത്തെ സിനിമകളിൽ അഭിനയിച്ചതും ഒക്കെ അവരവരുടെ കുടുംബത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചത്. അവസാനം അവരെ തള്ളിപ്പറഞ്ഞ ഒരു സമൂഹം, ഒരു കുടുംബമാണ് അവർക്കുണ്ടായത്. ഇപ്പോ പൊതുവേദികളിൽ ഷക്കീല വിളിക്കുന്നില്ലേ? എന്താ ഷക്കീല മാറ്റി നിർത്തപ്പെടുന്ന ഒരു സംഭവമായിട്ടാണോ? നമ്മളൊക്കെ ഷക്കീല പ്രോഗ്രാമുകൾ ചെയ്യുന്നില്ലേ? തമിഴിൽ ആങ്കറായൊക്കെ ഷക്കീല പല പ്രോഗ്രാമുകൾ ചെയ്യുന്നില്ലേ? എന്നിട്ട് അവർക്കുണ്ടായ അനുഭവം മറ്റൊരാൾക്ക് ഉണ്ടാകാതിരിക്കാൻ അവർ അവിടെ വന്നിരുന്നിട്ട് ഇത്രയും വിദ്യാഭ്യാസമുള്ള ആളല്ലേ, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ താനിത് അനുഭവിച്ചു, അത് മറ്റൊരാൾ അനുഭവിക്കരുത് ആ ബുദ്ധിമുട്ട്, അതിന് സംസാരിച്ചാണ് അവരിത് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഈ രേണുസുതി അവിടെ പോകുന്നു, അതൊക്കെ രേണുസുതിയുടെ ഇഷ്ടം. രേണുസുതിയുടെ വഴിക്ക് വിട്ടേക്ക്. അവരെന്തിനാണ് നിങ്ങൾ അവരുടെ പുറകെ നടന്ന് അവരെ ഇങ്ങനെ ചീത്തവിളി കേൾപ്പിക്കാനും അവരെ ഇങ്ങനെ എന്താ പറയുക, അവരെ ഇങ്ങനെ നശിപ്പിക്കാനുമായിട്ട് കുറെ എണ്ണം ഇറങ്ങിത്തിരിക്കുന്നത് എന്തിനാ? അവരുടെ വഴിക്ക് ജീവിച്ചു പൊക്കോട്ടെ. അവർക്കൊരു കുടുംബമുണ്ട്, അവർക്ക് 2 മക്കളുണ്ട്, അവരെ വളർത്തണം, അവരുടെ കുടുംബം നോക്കണം, അച്ഛനും അമ്മയും നോക്കണം. അതുകൊണ്ട് അവരെ വഴിക്ക് വിട്ടേക്ക്.